അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്ന അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ മിക്സ് ചെയ്ത് പോകാം. കുറച്ച് ടഫും കുറച്ച് ഡിഫിക്കൽട്ടും ആയിട്ട് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നേരത്തെ പോലെ അത്രയും സിമ്പിൾ ആയിരിക്കില്ല, പക്ഷേ ചില മാത്സ് ഒക്കെ അറിയുന്നവർക്ക് സിമ്പിൾ ആയിരിക്കും. അപ്പോൾ എനിവേ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എന്നിട്ട് നിങ്ങൾ ഡൗട്ടുള്ള ക്ലിയർ ആയിട്ട് നിങ്ങൾ ചോദിക്കാം കേട്ടോ. എനിവേ ഇതേണ്ട ഇനി ആരോ ചോദിച്ചു ക്വസ്റ്റ്യൻ പേപ്പർ മുകളിലേക്ക് വെക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ആരോ ഒരു വീഡിയോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ മുകളിൽ വെക്കാൻ നമുക്ക് ഒരുപാട് സ്പേസ് വേസ്റ്റ് ആയി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, താഴെ വെക്കുന്ന നമുക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റില്ലെങ്കിൽ നമുക്കത് മുകളിലേക്ക് വെക്കാം കേട്ടോ. അതുകൊണ്ടാണ് അത് കൺസിഡർ ചെയ്യാത്തത്. ഞാൻ മുകളിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നമുക്ക് എഴുതി വരാനായിട്ട് സ്പേസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരണമുണ്ട്. ഓക്കെ, എനിവേ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അല്ലേ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2 4 1 3.5 മടങ്ങ് എന്ത് എന്നാണ്. 2.4 3.5 മടങ്ങ് എന്തെന്നാണ് ചോദ്യം. സോ ഇൻഡ് ഉടയൊക്കെ വന്നാൽ നമുക്കറിയാം ഇൻറ്റു ആണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് 2.4. അപ്പൊ നമുക്ക് എന്താ 2.4 നമുക്ക് ആദ്യം എഴുതാം. സോ 2.4 ഇൻഡ് വരുമ്പോൾ നമ്മൾ എന്തിടും, നമ്മൾ ഇൻറ്റു ഇൻഡ് 3.5 മടങ്ങ്. സോ 3ഉം 2 ശരിയല്ലേ. എങ്ങനെ ചെയ്യും ഇത്? നമ്മൾ ക്രോസ് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ ഇതിനാദ്യം മിശ്ര ഭിന്നത്തിനെ മാറ്റി വിഷമ ഭിന്നമാക്കി മാറ്റണം. സോ നമ്മൾ ഇത് എങ്ങനെ എഴുതും, എങ്ങനെ വിഷമഭിന്നമാക്കുന്ന 4 × 2 + 1 2 8 8 1 9/4 ഇൻറ്റു ഇതിനെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഇങ്ങനെ 3 2 6 6 + 1 7/2 ഇത് അതുപോലെ അതുപോലെ എഴുതും. ഇതെങ്ങനെ ഗുണിക്കും? ഒരുപാട് പേര് പിന്നെയും സംശയം വരുന്നതാണ് എന്താണ് ഇൻറ്റു വന്നാലും നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഇനി ഒരിക്കലും ചെയ്യരുത്, പഠിച്ചു വെച്ചുകൊള്ളുക. മിഡിലിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഈ മിഡിലിൽ വന്നാൽ മാത്രമേ നമ്മൾ എന്തിലോട്ട് പോവുള്ളൂ, നമ്മൾ ക്രോസിലേക്ക് പോവുള്ളൂ. അല്ലാത്ത എല്ലാ അതായത് ഇൻറ്റു വന്നാൽ നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അത് ഓർമ്മിച്ചോണം. സോ നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെയാണ്? 7 9 63/4 × 2 8. സോ 63/8 നമുക്ക് നോക്കാം. 68 ഓപ്ഷനകത്ത് ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ മിശ്ര ഭിന്നമാക്കും. കാര്യം ഓപ്ഷനകത്ത് എല്ലാം മിശ്ര ഭിന്നമാണ് കിടക്കുന്ന. ഇങ്ങനെ നമ്മൾ ചെയ്യും അല്ലെ. 7 9 8 56 അല്ലെ. 56 കുറയ്ക്കുമ്പോൾ നമുക്ക് വീണ്ടും 7 വരും. ഇനി ഇതിനെ എങ്ങനെ മിശ്ര ഭിന്നമാക്കും അതും ചിലർക്ക് സംശയമാണ്. ഇവിടെ തുടങ്ങുക. ആദ്യം നമ്മൾ ആ 7 അവിടെ എഴുതും കണ്ടോ, ഒരു വരയിടും. എന്നിട്ട് 7ൽ നിന്ന് കറങ്ങി ഇവിടെ വരും കണ്ടോ. ആ 7 മുകളിൽ എഴുതും. അവിടെ നിന്ന് കറങ്ങി ഇവിടെ പോകും. 8 അത് താഴെ എഴുതും. 7ഉം 8 7 എന്നാണ് വരുന്നത് കേട്ടോ. 7ഉം 8 7. അത് ബി എന്നൊരു ഓപ്ഷനാണ്. സോ ആൻസർ കിട്ടിയല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു ചോദ്യമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് ചോദ്യം? കുറച്ചുകൂടെ റൂട്ട് 2നും റൂട്ട് 3നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. റൂട്ട് നല്ല ചോദ്യമാണ്. റൂട്ട് 2 ഇത് ഒരുപാട് മെത്തേഡിലൊക്കെ ചെയ്യാം. റൂട്ട് 2നും റൂട്ട് 3നും ഇടയില്ല. അപ്പൊ നമുക്ക് ഇത് നമ്മളൊന്ന് ജസ്റ്റ് കാണാതെ പഠിച്ച് വെക്കാൻ പറ്റും. 9ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക്കാണ് ഈ റാഷണൽ നമ്പർ, അഭിന്നക സംഖ്യ എന്ന് പറയുന്നത്. ഒരു SCRT ക്വസ്റ്റ്യൻ ആണ്. സോ റൂട്ട് 2 ഇതിന്റെ ഒരു ഏകദേശ വാല്യൂ ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അത് 1.414 എന്നാണ്. റൂട്ട് 3ന്റെ വാല്യൂ കൂടി ഒന്ന് ഓർത്തോളുക. റൂട്ട് 3 പറഞ്ഞാല് 1.7 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കേട്ടോ. 1.73 എക്സെട്രാ ഇങ്ങനെ പൊയ്ക്കും. ഇത് റാഷണൽ ആയതുകൊണ്ട് എന്ത് ചെയ്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ അപ്രോക്സിമേറ്റ്ലി അത് ഇങ്ങനെ അപ്രോക്സിമേറ്റ്ലി വരയ്ക്കാണ് കേട്ടോ. ഇനി നമ്മൾ അങ്ങനെ ഇട്ടിരിക്കണം 1.732 എന്ന് നമ്മൾ എഴുതിർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വാല്യൂ. അപ്പൊ ഇതിനിടയ്ക്കുള്ള വാല്യൂ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷനൊക്കെ നോക്കി 1/2 ഉണ്ട്. 1/2 നമുക്കറിയാം എത്രയാണ്, അത് 0.5 ആണ് അല്ലേ. ഒരിക്കലിന്റെ ഇടയ്ക്കല്ല. ഇത് 2 1 പോയിന്റ് ആണ്. 1 പോയിന്റ് ആണ്. 1 പോയിന്റിനകത്ത് 0 പോയിന്റ് വരില്ല. അപ്പോൾ ഒഴിവാക്കാം. അടുത്ത 1/3 അത് നമുക്കറിയാം. 1/3 എത്രയാണ്? 0.333. അതും വരില്ല, കാര്യം 0 പോയിന്റ് അല്ലേ. അടുത്ത് നോക്കിയേ, അടുത്ത് 3/2 ആണ്. 3/2 നോക്കിയേ, അതായത് 3ന്റെ പകുതി 1.5. നമുക്കറിയാം 1.5 നോക്കി. 1.5 1.4 1.8 ഇടയ്ക്ക് വരത്തില്ലേ, വരും. സോ ആൻസർ എന്താണ്? 3/2. ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ, ഞാനിത് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതല്ല, പെട്ടെന്ന് ചെയ്യുന്നതാണ്. സോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനകത്ത് മിസ്റ്റേക്ക് വരാം. മിസ്റ്റേക്ക് വരില്ല എന്ന് ഞാൻ പറയില്ല, മിസ്റ്റേക്ക് വരും സാധ്യതയുണ്ട്. സോ നിങ്ങളത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം മിസ്റ്റേക്ക് ആയിട്ട് വന്ന് തീർച്ചയായിട്ടും നിങ്ങളത് പറഞ്ഞോ കേട്ടോ. ഓക്കെ, ചിലപ്പോൾ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആവാം. മാക്സിമം നമ്മൾ അത് നോക്കിയാൽ ചെയ്യുന്നത്. പിന്നെ ഞാനിത് വർക്ക് ചെയ്ത് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും കാൽക്കുലേഷനിനകത്തൊക്കെ മിസ്റ്റേക്ക് വന്നിരിക്കാം. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒരുപാട് ഒരു പ്രോബ്ലം ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ്. എല്ലാ മെത്തേഡും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് പറയും, അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ മറ്റൊരു മെത്തേഡിലേക്ക് നമ്മൾ പറയാം. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി പറഞ്ഞോളാം. എനിവേ അടുത്ത് നോക്കാം.
നോക്കി, ഇതാണ് ചോദ്യം. എന്താണ് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ? എന്താണ് ക്വസ്റ്റ്യൻ? 0.0000123 ഡിവൈഡ് ബൈ എക്സ് ഇസ് ഈക്വൽ 0.1 ആയ എക്സിന്റെ വില എന്തായിരിക്കും എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് അതിനൊന്ന് മാറ്റി എഴുതാം. എന്താണ് 0. എങ്ങനെ എഴുതാം അതിനെ? 0. എത്ര പൂജ്യമുണ്ട് അതിനകത്ത്? 3 പൂജ്യവും 1 2 3 അല്ലെ? സോ 3 പൂജ്യവും 1 2 3 ബൈ എക്സ് ഞാൻ പകർന്ന് എങ്ങനെ എഴുതാൻ? ബൈ എക്സ് എഴുതാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡിവൈഡ് ബൈ ഇങ്ങനെ മാറ്റി എഴുതി. ശരിയല്ലേ? ഇനി എന്താ പറഞ്ഞത്? ഈസ് ഈക്വൽ ടു എത്ര പറഞ്ഞേക്കുന്നത്? 0.1 എന്നാ പറഞ്ഞത്. ശരിയല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? 0. എക്സ് അല്ലേ കണ്ടുപിടിക്കണം. 0.00 ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പോട്ടെ, നമുക്ക് സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞു പോകാം. 0.1 ഇൻറ്റു എക്സ് ആവും. കാര്യം എന്താ? ഡിവൈഡ് ചെയ്തിരിക്കുന്ന എക്സ് അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ചെയ്യും. സോ നമുക്ക് എക്സ് അല്ലേ വേണ്ടത്. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ 0.1 എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ എന്താവും? 0.0000123 ബൈ 0.1 ഈസ് ഈക്വൽ ടു എക്സ് മാത്രമാവും. ശരിയല്ലേ? ഇനി നോക്കി, മുകളിൽ എത്ര സ്ഥാനമുണ്ട്? 3 3 6 സ്ഥാനം. അപ്പൊ 6 സ്ഥാനം മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു 1ഉം 6 പൂജ്യവും കൊണ്ട് ഗുണിക്കും അല്ലെ? താഴെയും അതേ സാധനം കൊണ്ട് നമ്മൾ ഗുണിക്കണം മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെ? 6 പൂജ്യം ആയില്ലേ? അപ്പൊ 6 സ്ഥാനം മാറാൻ 6 പൂജ്യം. അപ്പൊ ഞാൻ ഈ 6 പൂജ്യം വെച്ചിട്ട് ഈ 6 സ്ഥാനം മാറിയത് എത്രയായിട്ട് മാറും? ഇത് 123 എന്ന് മാറും. ശരിയല്ലേ? അങ്ങനെയല്ലേ മാറുക? അപ്പൊ താഴെ നോക്കി, താഴെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. ഒരു സ്ഥാനം മാറാൻ എത്ര പൂജ്യം മതി? ഒരു പൂജ്യം മതി. അപ്പൊ ആ പൂജ്യം എടുത്തുകൊണ്ട് അത് എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറും. ബാക്കി എത്രയുണ്ട്? ബാക്കി 1ഉം 5 പൂജ്യവും ഉണ്ട്. ഇതൊക്കെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ടോ ചെയ്യാൻ? നിങ്ങൾ പറയും ഈ മെത്തേഡാണോ കിട്ടിയത്, വേറെ മെത്തേഡൊക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷെ അതൊക്കെ ഇങ്ങനെയാണോ ചെയ്യാം? ഒരുപാട് മെത്തേഡ്സ് നോക്കി. ഇപ്പൊ 121 ബൈ എന്തായി? 1 ലക്ഷം എന്നായി. അപ്പൊ 123 1 ലക്ഷം കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 സ്ഥാനമായിട്ട് ദശാംശം കൊടുത്താൽ മതി. അപ്പൊ 5 സ്ഥാനം നോക്കി. ഇത് ഇത്രയും പാടൊന്നുമില്ല, കാണുമ്പോൾ തന്നെ ചിലർക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇനി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തും? താഴെ 5 സ്ഥാനങ്ങളല്ലേ കിടക്കുന്നത്? 5 പൂജ്യം എന്താ നോക്കി. അപ്പൊ നമുക്ക് എളുപ്പവഴി എന്താണ്? 123 എഴുതുക. എഴുതിയിട്ട് 5 സ്ഥാനം 1 2 3 അതിന് 2 സ്ഥാനം വേണ്ടേ? അങ്ങനെ കൊടുക്കുന്നു. അവിടെ ദശാംശം 0.00123 ഉണ്ടോ നോക്കി? 0.00123 ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ നോക്കുക, അത് ഓക്കെ ആണോ നോക്കിക്കോളാം. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ക്വസ്റ്റ്യൻ പറയുന്നത് കാണുന്നുണ്ടല്ലോ. ഓക്കെ, പറയാം. എന്താണ് 2 4 2 + 4 + 6 + എക്സെട്ര + 180 എത്ര എന്നാണ് ചോദ്യം. ഒത്തിരി മെത്തേഡ്. ഒന്നുകിൽ നമുക്ക് 2 മെത്തേഡ് പറയാം. ഒന്നുകിൽ ഇരട്ട സംഖ്യകളുടെ തുടർച്ചയായിട്ടുള്ള ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക അതല്ലേ. അതായത് ഇത് 2 എന്ന് പറയുന്നത് 2 സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഇരട്ട സംഖ്യ 2 4 6 + എക്സെട്ര + 180 അല്ലേ? +180 അല്ലേ? 180 അല്ലേ? അതെ, 180. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ സംബന്ധമാണ് എസ് എന്ന് പറയുന്നത്. നമുക്കറിയാം n × n + 1. അപ്പൊ തെറ്റിക്കാൻ വലിയ സാധ്യതയുണ്ട് കേട്ടോ. 2 മുതൽ 180 വരെ ഈ n എന്ന് പറയുന്ന അവസാനത്തെ സംഖ്യ. നമ്മൾ പലരും തെറ്റിക്കുന്ന ഒരു കേസാണ്. ഈ n പകരം 180 എടുത്തങ്ങ് കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. 2 മുതൽ 180 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് ആലോചിക്കാം. എളുപ്പമാണ്. ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞോ, ഒരു മെത്തേഡ് ഇക്വേഷൻ വെച്ച് എല്ലാവരും മെത്തേഡുണ്ട്. അത് നമുക്ക് പറയാം. അപ്പൊ 180 എത്ര സംഖ്യകളുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. 2 മുതൽ 10 വരെ എത്ര സംഖ്യകളുണ്ട്? 2 4 6 8 10 5 സംഖ്യകളുണ്ട്. ശരിയല്ലേ? 5 സംഖ്യകളല്ലേ? അപ്പൊ 2 മുതൽ 10 വരെ ആകുമ്പോൾ 5 സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ 100 വരെ ആകുമ്പോൾ എത്ര സംഖ്യ ആയിരിക്കും? 50 സംഖ്യ, പകുതി സംഖ്യ. അപ്പൊ 180 വരെ എത്ര സംഖ്യ ആയിരിക്കും? 90 സംഖ്യ. അതിന്റെ പകുതി 90. n എന്ന് പറയുന്നത് എത്രയാണ്? ഈ n എന്ന് പറയുന്നത് സംഖ്യകളുടെ എണ്ണമാണ്. അതുകൊണ്ട് അത് എത്രയെന്ന് പറയാൻ നമുക്ക് 90 എന്ന് പറയാം. 90 × 91. കാര്യം 90 + 1 കേട്ടോ. ഇതാണ് പരിപാടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഗുണിക്കാണ്. 9 8190. ഇതാണ് ആൻസർ. ഉണ്ടോ നോക്കി ഓപ്ഷനകത്ത് 8000 കൂടി ആണ് ഓപ്ഷൻ. അപ്പൊ ഇത് ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഇവിടെ തെറ്റിക്കാനുള്ള സാധ്യത നമ്മൾ n എന്ത് കൊടുക്കും? നമ്മൾ n 180 കൊടുക്കും. കൊടുക്കരുത്. n സംഖ്യകളുടെ എണ്ണമാണ്. 2 മുതൽ 180 വരെ എത്ര സംഖ്യകളുണ്ട്? 90. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. നോക്കിയാൽ നമുക്ക് അതോടെ പറയാം. 2 + 4 + 6 + എക്സെട്ര + 180. നമുക്ക് എല്ലാത്തിനും 2 പുറത്തെടുക്കാം. 2 എടുത്താൽ ബാക്കി 1, 4 എടുത്താൽ 2, 6 എടുത്താൽ 3. ചിലർക്ക് സംശയം വരും, അത് എങ്ങനെയാണ് 6 2 എടുത്താൽ 3 വരുന്നത്? 4 അല്ലേ? അങ്ങനെ ഇത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസ്. സോറി, ഇപ്പൊ 90 വരുന്നത് അല്ലയോ? 90 വരുന്നത്. ഓക്കെ, 90. കാര്യം നമ്മള്
ഒരു സംശയം വന്നു ഈ പറഞ്ഞത്. അതായത് 180 രണ്ടെടുത്ത് അവന് 178 വരൂ, എങ്ങനെ 90, അങ്ങനെയുള്ള ഒരു പറ നമ്മൾ നേരത്തെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം. ഓക്കെ, സോ നമുക്ക് നമ്മൾ രണ്ടിനും പുറത്തെടുത്ത് അപ്പൊ നോക്കി ഈ അകത്ത് കിടക്കുന്ന സാധനങ്ങൾ നോക്കി എണ്ണൽ സംഖ്യകളുടെ തുകയല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എണ്ണൽ സംഖ്യകളുടെ തുക എന്നൊരു സാധനം യൂസ് ചെയ്യാം. എന്താ എണ്ണൽ സംഖ്യകളുടെ തുക? n × n+1/2 എന്നല്ലേ, ശരിയല്ലേ? അപ്പൊ നോക്കി ഈ രണ്ടും വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് വീണ്ടും പഴയതുപോലെ എത്ര സംഖ്യകൾ നോക്കി, ഇത്രയും സംഖ്യ 90 സംഖ്യ. 90 × 90 + 1 91, വീണ്ടും കിട്ടി 8190. ഇത്രയും. അപ്പൊ എങ്ങനെയും നമുക്ക് ഈ ക്വസ്റ്റിനെ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്രാമത്തെ ഓപ്ഷൻ ആണത്? അത് വരുന്നത് എ ഓപ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കൊള്ളുക. നമുക്ക് നല്ലൊരു ചോദ്യം കേട്ടോ, വളരെ നല്ല ചോദ്യം. 500ന്റെ വർഗത്തിനേക്കാൾ എത്ര കൂടുതലാണ് 504ന്റെ വർഗം? ഇതൊരു നല്ല ചോദ്യമാണ്. കാരണം നമുക്കിത് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഉണ്ട്. ആ സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ പലരും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാതെ ചെയ്യുന്നതാണ് കുറച്ച് ഡിഫിക്കൽട്ട്. നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം? 500ന്റെ വർഗം ആദ്യം കണ്ടുപിടിക്കാം. 25 2 0 4 0 കൊടുക്കാം. 504ന്റെ വർഗം കണ്ടുപിടിക്കാം, ഗുണിച്ച് കണ്ടുപിടിക്കാം, സമയം എടുക്കും. ശരിയല്ലേ? അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. 500ന്റെ വർഗത്തിനേക്കാൾ എത്ര കൂടുതലാണ് 504ന്റെ വർഗം എന്നല്ലേ ചോദ്യം. അപ്പൊ ഞാൻ വെറുതെ ചോദിക്കുകയാണ്, 2നേക്കാൾ എത്ര കൂടുതലാണ് 8 എന്ന് ഞാൻ ചോദിക്കുക. 2നേക്കാൾ എത്ര കൂടുതൽ എന്ത് ചെയ്താൽ മതി? 8ന്ന് 2 കുറച്ചാൽ മതി. 8 - 2. അപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത്? 500ന്റെ വർഗത്തിനേക്കാൾ. അപ്പൊ 500ന്റെ വർഗം മീൻസ് 500ന്റെ സ്ക്വയർ. എത്ര കൂടുതലാണ് 504ന്റെ സ്ക്വയർ? ഇതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടുന്ന് 500, അതായത് രണ്ടാമത്തിൽ നിന്നും 504ന്റെ വർഗത്തിൽ നിന്നും എന്ത് കുറയ്ക്കുക? 500ന്റെ വർഗം കുറയ്ക്കുക. നേരത്തെ പറഞ്ഞ ഐഡിയ, സിമ്പിൾ പരിപാടി, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അറിയാനുള്ള എളുപ്പം, അറിയാൻ പാടത്തൊക്കെ പാടത്ത് നിങ്ങൾ പറയാം. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലേ, എളുപ്പമല്ലേ? അപ്പൊ നോക്കി നമുക്ക് ഇത് ഏത് സാധനമാണ്? ഇതെന്ന് പറയുന്നത് a² - b² എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ്. എന്താണ് a² - b²? ബബ്ബ എന്നല്ല, a + b × a - b എന്നാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയും? 504ന്റെ സ്ക്വയർ - 500ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ എഴുതും. എങ്ങനെ എഴുതും? 504 ആദ്യം കൂട്ടണം. 504 + 500 ഇൻറ്റു നമ്മൾ എന്ത് വരും? 504 - 500. അത്രേ ഉള്ളൂ. അതായത് a² - b² ആയപ്പോ എന്താ എഴുതിയത്? ആദ്യം കൂടെ കൂട്ടി പിന്നെ കൂടെ കുറച്ചു. അപ്പൊ 504 നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കൂട്ടും. അപ്പൊ നോക്കി ഇതെങ്ങനെ കൂട്ടും? നോക്കി 1004 ഇൻറ്റു 504 കുറച്ച് എത്ര വരും? 4 എന്ന് വരും. ശരിയല്ലേ? ഇത് ഗുണിക്കുമ്പോ എത്ര കിട്ടും? ഒന്ന് ഗുണിച്ച് നോക്കിയേ. 4 4 16, ഒന്ന് ബാലൻസ്, 0 4. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, നിങ്ങൾ നോക്കണം. 4 ഉണ്ടോ? എന്റെ 4 ഉണ്ട്. എന്റെ ഗുണനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ, അറിയാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു പക്ഷേ നമുക്ക് ഈ ഐഡന്റിറ്റി, നമ്മൾ ഐഡന്റിറ്റിയാ പറയാമല്ലോ. സോ ഈ ഐഡന്റിറ്റി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഐഡന്റിറ്റി നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ചോളൂ. എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. സമയം എടുക്കുന്നേ ഉള്ളൂ. 504 സ്ക്വയർ കണ്ടുപിടിക്കുക, അതിന് 500 കുറയ്ക്കും, 500 വർഗം കുറയ്ക്കും. ഓക്കെ അല്ലേ? ശരി. അപ്പൊ അയ്യോ, എന്താണ് ചോദ്യം അടുത്തത്? ഓക്കെയാണ്. 500ന്റെ ഓപ്ഷൻ ആണ് അല്ലേ? ഓക്കെ, എനിവേ 500 ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി അല്ലെ? അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി ഉയരം 125 സെന്റിമീറ്റർ ആണ്. ഇതിൽ ഒരു കുട്ടിയെ ഒഴിവാക്കിയപ്പോൾ ശരാശരി 123 സെന്റിമീറ്ററായി ഒഴിവാക്കി. അതൊക്കെ നമ്മൾ സ്ഥിരം കണ്ട് പോയ ചോദ്യമാണ് അല്ലെ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലാസ്സിലെ, ഇതൊക്കെ നമ്മൾ എളുപ്പത്തിൽ, ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി. സോ നമുക്ക് എന്ത് ചെയ്യാം? 10 ഇൻറ്റു എത്രയാണ്? എത്ര പറയുക? 125 ആണ് അല്ലെ? 125 1250. ഇതൊക്കെ നമുക്ക് അറിയാം. ഇനി ഒരു കുട്ടിയെ ഒഴിവാക്കി മീൻസ് കുട്ടികളുടെ എത്ര? 9 ഇൻറ്റു 123. ശരിയല്ലേ? ഗുണിക്കാം. 9 3 27 അല്ലേ? 9 2 18 2 20. 1 9 9 2 11. കുറയ്ക്കുവാന്നേ, തെറ്റുവാണേ പറഞ്ഞോട്ടോ. ഇത് തെറ്റാൻ സാധ്യത ഉണ്ടല്ലോ, തെറ്റിയല്ലേ? 9 3 27, 9 2 18, 0 2 കൊടുത്ത് പിന്നെ എന്താ പറയുക? ഒരു 9 2 തെറ്റിയോ? എനിവേ നോക്കാം, നമുക്ക് നോക്കാം, കുറച്ച് നോക്കാം. എനിവേ നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 10 9 കുറച്ചാൽ 1, അപ്പോൾ ഒരു കുട്ടിയുടെ കിട്ടും. ക്വസ്റ്റ്യൻ എന്താ? ഒരു കുട്ടിയുടെ അല്ലേ? ഒരു കുട്ടിയുടെ ഒഴിവാക്കിയ കുട്ടിയുടെ ഉയരം. അപ്പൊ നമുക്ക് കുറയ്ക്കാം. 17 കുറച്ചാൽ 3 അല്ലേ? ഇവിടെ 4 അല്ലയോ? കടമെടുത്തൊക്കെ കുറയ്ക്കുവാന്ന്.
ഇവിടെ 140 കിട്ടി. 143 നോക്കിയേ, 143 ഉണ്ട്. 143 സി ആണ് ആൻസർ. ഇത് നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്ന സ്ഥിരം ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ലെ, സിമ്പിൾ, ഒന്നുമില്ലാത്ത ഒരു ചീള് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അടുത്ത് നോക്കാം. ഇതും വലിയ പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ അല്ല, ബിക്കോസ് നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ള ചോദ്യമാണ്. നോക്കിയേ, എന്താ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് രണ്ട് സംഖ്യകളുടെ ഉസാഗ 250, ലസാഗു 3750 എങ്കിൽ അതൊരു സംഖ്യ 1250 ആയാൽ മറ്റടുത്ത സംഖ്യ എന്തായിരിക്കും? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ സംഭവം ഇതാണ്. എന്താണ് നോക്കാം. LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യം അല്ലേ? നോക്കാം ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്. സംഖ്യകളുടെ ഉസാഗ 280, ലസാഗു 3750. ഉസാഗ എത്രയാണ്? ഉസാഗ പറഞ്ഞിരിക്കുന്നത് 250. രണ്ടും കൊടുത്തു. ഒരു സംഖ്യ നമുക്കറിയാം എത്രയാണ്? 1250 അല്ലയോ? സോ എക്ക് പകരം 1250 കൊടുക്കുന്നു. ബി നമുക്ക് അറിയില്ല. സോ ബി നമ്മൾ അതുപോലെ എഴുതുന്നു. ബി കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യും? ഇതിനെ പൊക്കി ഇങ്ങ് കൊണ്ടുവരും അല്ലേ? ഞാൻ ഇനി സ്റ്റെപ്പ് ഒന്നും എഴുതിയെടുത്ത് കൊണ്ടുവരുക. ഇതങ്ങ് പോയി കണ്ടോ, ഇവിടെ കൊണ്ടുവന്ന് എഴുതി. അല്ലേ എഴുതാൻ പാടില്ല, സ്റ്റെപ്പ് എഴുതാൻ പോകുമല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നെ ഈ 0 എളുപ്പത്തിനാണ് വെട്ടുന്നത്. ഈ 0 വെട്ടി 125ഉം 375 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. 3×250 എന്ന് കിട്ടും? 750 കിട്ടും. തേടക്കണം ബി. ഇതാണ് 750. കൊണ്ടോ നോക്കിയേ, അതുകൊണ്ട് ബി ആണ് ആൻസർ. കുറെ ബി ആയി. അപ്പൊ അതും പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അടുത്തൊരു ചോദ്യം തേണ്ട കിടക്കണേ, നല്ലൊരു ചോദ്യം നോക്കാം. അതിന്റെ ഓപ്ഷൻ ഒക്കെ കാണാൻ ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ വെച്ച് കാണാമല്ലോ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എന്താണ്? അപ്പു, രാമു, രാജു എന്നിവർ ചേർന്നിട്ട് ബിസിനസ് തുടങ്ങുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ ലാഭം 2:3:5 ആണ്. ഇവർ ഈ അംശം എന്ന് വീതിച്ചെടുത്തു പറഞ്ഞത് രാമുവിന് 75,000 രൂപ കിട്ടിയെങ്കിൽ രാജുവിന് എത്ര രൂപയായിരിക്കും കിട്ടിയത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ഒരു കോംപ്ലിക്കേഷനും പോവാതെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? നമുക്ക് ആദ്യം അവരുടെ പേരൊക്കെ എടുക്കാം. അപ്പു, രാമു, രാജു. ഞാൻ ഇത് എഴുതി വരുമ്പോൾ വെളുക്കും എന്നാണ് തോന്നുന്നത്. എന്നാലും ഞാൻ എഴുതാം. അപ്പു നാമതി, രാജു രാമു ആണല്ലോ. ഓർഡർ തന്നെ എടുക്കണം. അപ്പൊ രാമു എഴുതിയ രണ്ടും രാരായതുകൊണ്ട് രാമു എഴുതിയേ പറ്റും. അടുത്തത് രാജു, എല്ലാം എഴുതണം, പേരുകൾ എഴുതി. ഓക്കെ, റേഷ്യോ ഒന്ന് പറഞ്ഞേ. 2:3:5. അപ്പൊ ആകെ അവർക്ക് കിട്ടിയ തുകയെ അവർ ഈ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? എന്റെ ക്യാമറ ഇവിടെയും സിസ്റ്റം ഇവിടെയാണ്, അവിടെ ഞാൻ ഇങ്ങോട്ട് നോക്കുന്നു കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പൊ ഇനി എന്താണ് പറയുന്നത്? അതിനകത്ത് രാജുവിനോ ആരാ കിട്ടിയ? രാജുവിന് 75,000 രൂപ കിട്ടി. അപ്പൊ നമുക്ക് പറയാം ആകെയുടെ എത്രയാണ് രാജുവിന് കിട്ടി. രാജു നോക്കിയേ, രാജുവിന്റെ പെർസെന്റേജ് കിടക്കുന്നത് ഈ ലാസ്റ്റ് 5 അല്ലേ? അപ്പൊ ആകെയുടെ എത്രയാണ്? ആകെയുടെ എത്ര പെർസെന്റ് നോക്കിയേ, മൊത്തം എത്രയുണ്ട്? 5 മുതൽ 10. 10ൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 10ൽ 5 ഭാഗമാണ് രാജുവിന് കിട്ടിയത്. എത്രയാണത്? 25,000 സംതിങ് ആണെന്നോ അല്ലെ? 75,000 അല്ലേ? അപ്പൊ രാജുവിന് കിട്ടിയതാണ് ആകെ എത്ര എമൗണ്ട് ഉണ്ടോ അത് 10ൽ 5 ഭാഗം രാജുവിന്, 10ൽ 3 ഭാഗം രാജുവിന്, 10ൽ 2 ഭാഗം അപ്പുവിന്. അപ്പൊ ഇവിടുന്ന് ആകെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ആകെ എന്ന് പറയുന്നത് ആരെ പൊക്കിയെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകും. അവിടെ ഉള്ള സാധനം നമ്മൾ അവിടെ തന്നെ എഴുതുന്നു. ദിവനെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകും. ദിവൻ അപ്പുറത്ത് പോകുമ്പോൾ തല തിരിഞ്ഞവനാകും 10 എഴുതുന്നത്. ശരിയല്ലേ? ഇവിടെ നിന്ന് വേണമെങ്കിലും വെട്ടിച്ചെറുതാക്കാം. ഞാൻ വെട്ടിച്ചെറുതാക്കിയില്ല, എന്റെ മണ്ടത്തരം അല്ലേ? നിങ്ങൾ ആ മണ്ടത്തരം കാണിക്കേണ്ട. 2. സോ നമുക്ക് എന്ത് കിട്ടും? 75,000 എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം എന്ന് കിട്ടും. നിങ്ങൾ എന്റെ 0 എണ്ണി നോക്കിയേ. ശരിയായില്ല? 1 10 100 1 ലക്ഷം. ശരി. അപ്പൊ ആകെ 1.5 ലക്ഷമാണ്. ആകെ 1.5 ലക്ഷമാണ് എങ്കിൽ നമുക്ക് ആർക്ക് കിട്ടിയതാ വേണ്ടത്? നമുക്ക് വേണ്ടത് രാജുവിന് വെച്ചല്ല ഒരു പറഞ്ഞേക്കുന്ന. അപ്പൊ രാമുവിന് കിട്ടിയ, എനിക്ക് തെറ്റി, രാമുവിന് കിട്ടിയാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. രാമുവിന് കിട്ടിയതാണ് പറഞ്ഞേക്കുന്നത്. സോ പോയി ഞാൻ ഒന്നേന്ന് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നുകൂടെ എഴുതണമല്ലോ ഭഗവാനെ. അപ്പു അല്ലേ, രാമു, ദെൻ മണ്ടത്തരം കാണിച്ചേച്ച് രാജു അല്ലേ. സോ എന്ന് പറയുന്നത് 2:3:5. ഓക്കെ, 2:3:5 അത് കഷ്ടപ്പെട്ട എഴുതുന്ന. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ആരാ? രാമുവിന് കിട്ടിയ രൂപയാണ്. അപ്പൊ നമുക്ക് നോക്കാം രാമുവിന് കിട്ടിയത് എന്തായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ ഡയറക്റ്റ് സ്റ്റെപ്പാ പറഞ്ഞ കേട്ടോ. ആകെയുടെ എത്ര ശതമാനം? 10ൽ രാമുവാണ്. രണ്ടാമത്തിലെ രാമു
10% സോ 10% രാമുവിന് കിട്ടിയത്, അത് 75,000. അപ്പൊ വെട്ടാൻ പറ്റത്തില്ല, ഞാൻ തന്നെയാണ് നേരത്തെ പറഞ്ഞത് വെട്ടാൻ പറ്റത്തില്ല എന്ന്. അപ്പൊ ഞാൻ തന്നെയാണ് ജയിച്ചല്ലോ. സോ 75,000 അവിടെ എഴുതി. ദിവനെ ചുമന്ന് നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകും, ചുമന്ന് കൊണ്ടുപോകുമ്പോൾ അവൻ തലതിരിഞ്ഞാനാവുന്നു. ഇങ്ങനെയാണ് ഇത് നമ്മൾ ഇങ്ങനെ കീച്ചുന്നു അല്ലെ. 75,000 25ഉം 3 0 വരും കണ്ടോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2.5 ലക്ഷം രൂപയാണ് ആകെ അല്ലേ. 10, 100, 1000, 10 ലക്ഷം. ഓക്കെ, 2.5 ലക്ഷം രൂപയാണ് ആകെ. ആ 2 ലക്ഷത്തിന്റെ എത്രയാണ് നമുക്ക് രാജുവിന് കിട്ടുന്നതാണ് വേണ്ടത് അല്ലെ. സോ രാജുവിന് കിട്ടിയത് എന്ന് പറയുന്നത് ആകെയുടെ, അതായത് 2.5 ലക്ഷത്തിന്റെ എത്ര ശതമാനം? സോറി, 10ൽ 5. ഇത് 5 ഭാഗം. രാമുവിന് കിട്ടിയാലേ 10ൽ 5. നമ്മൾ എഴുതാമാണ് 10ൽ 5. ഇപ്പൊ ശരിയായി അല്ലെ. ഇതാണ് ഈ പൂജ്യവും വെട്ടിപ്പോയി. നമ്മൾ ചെയ്യുമ്പോൾ 25 × 5 125 അല്ലെ. എന്നിട്ട് 3 0. അതായത് 1.25 ലക്ഷം വാങ്ങിച്ചവനാണ് ആര്? രാജു എന്ന് പറഞ്ഞത്. ഇത് ഡിറക്റ്റ് ആയിട്ട് മെത്തേഡ്, ആർക്കും ചെയ്യാം. ആകെ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇതേ സാധനം നമുക്ക് മറ്റൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു മെത്തേഡ് കൂടി വേണമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അല്ലാതെ പറയാം അല്ലെ. പറഞ്ഞാൽ കുഴപ്പമില്ല, സമയം പോയാലും പക്ഷെ നമുക്ക് അതൊന്ന് പറയാം. അപ്പൊ നമുക്ക് ഡിറക്റ്റ് ആയിട്ട് രാജുവിന് കിട്ടിയ സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രാജുവിന് കിട്ടിയത് കണ്ടുപിടിക്കാൻ രാമുവിന്റെ എമൗണ്ട്, അതായത് തന്നിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് രാജു എന്ന് പറയുന്നത് രാമുവിന്റെ എമൗണ്ടിനെ, ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള രാമുവാണ്, ചോദിച്ചിരിക്കുന്നത് രാജുവാണ് അല്ലെ. അപ്പൊ രാമുവിന്റെ എമൗണ്ട്, അപ്പൊ നമ്മൾ അത് മാത്രം കൺസിഡർ ചെയ്യണം. നമുക്ക് ഏതാണ് ഈ ഒരു ഭാഗം മാത്രം മതി. അപ്പൊ നമ്മൾ ആർക്കും വേണ്ട അല്ലയോ. സോ നമ്മൾ ഈ 2 ഭാഗം മാത്രം എടുക്കണം. കണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ ചിന്തിക്കുന്നു. രാമുവും രാജു, നമുക്ക് വേണ്ടത് രാജുവിൻ്റെതാണ് വേണ്ടത്. സോ രാജുവിൻ്റെതാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം രാമുവിന്റെ എമൗണ്ട്, തന്നിക്കുന്ന എമൗണ്ട് എഴുതുക. ആരുടെയാണോ പണം എടുക്കുന്നത്? അപ്പൊ നമ്മൾ ചെയ്തെന്താണ്? രാമു രാജു എടുക്കാൻ കാര്യം എന്താ? രാമുവിന്റെ തന്നിട്ടുണ്ട്, രാജുവിന്റെ കണ്ടുപിടിക്കാം. സോ നമ്മൾ ഈ 2 എമൗണ്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് രാജുവിന്റെ കണ്ടുപിടിക്കണം. ആരുടേത് ഉപയോഗിച്ചുകൊണ്ട്? രാമുവിൻ്റെത് ഉപയോഗിച്ചുകൊണ്ട് രാജുവിൻ്റെത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ഈ 2 ഞാൻ പറയാം. 2 രീതിയിൽ. ഒന്നുകിൽ രാമുവിന്റെ എമൗണ്ട് ഇൻറ്റു ഈ 3 5 അല്ലേ, ഒന്നുകിൽ ഇങ്ങനെ വരാം, 5/3 എന്ന് വരാം. ഇത് 1. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്നത് രാമു ഇൻറ്റു തിരിച്ച് അവരുടെ എമൗണ്ട് ഇങ്ങനെയാണ് അല്ലെ, ഇങ്ങനെ 3/5. ഇത് രണ്ടും ബാക്കി നമുക്ക് ഓക്കെ ആണ്. ഒന്നുകിൽ 3/5 അല്ലെങ്കിൽ 5, ഇതിൽ ഏതാണ് വരുന്നത് തിരിഞ്ഞു. ഓക്കെ, അത് നമുക്ക് സംശയം നമുക്ക് വരരുത്. ആ സംശയം വരാതെ തന്നെ നമ്മൾ ഈ സാധനം പഠിച്ചു വെക്കണം. അതാണ് പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു പരിപാടി നമ്മൾ തിരിഞ്ഞു പോകാതെ ഈ സംഭവം, അതായത് ഇതിലെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഈ 2 പേരെ ചൂസ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരാളതാ, അല്ലെങ്കിൽ 5/3 അല്ലെങ്കിൽ 3/5 ആണ് വരിക. ഇതിൽ ഏത് വരും എന്നുള്ളത് ഇനി പലർക്കും കൺഫ്യൂഷൻ, ചിലർക്ക് നന്നായിട്ട് അറിയായിരിക്കും കേട്ടോ. അത് ഞാനിപ്പോ പറയുമ്പോൾ ഉടായിപ്പൂച്ച പറഞ്ഞുതരാൻ പോകുന്നത് കാര്യങ്ങൾ പറയുന്നില്ല. നിങ്ങൾ കുറച്ച് പേർക്ക് ഇത് കാര്യം റിയാലിറ്റി എല്ലാം എങ്ങനെയാണ് കിട്ടിയത്, എന്താണ് സംഭവം എന്നൊക്കെ കൃത്യമായിട്ട് അറിയാമായിരിക്കും. ഇത് 6 7 ഉള്ള ഒരു അംശം തോന്നിച്ച് അത് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത്, SCR ടെക്സ്റ്റ് ബുക്ക് പറയുന്നു. എനിവേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഈ സാധനം നമ്മൾ ഈ പറഞ്ഞതുപോലെ പറഞ്ഞ മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ പോകും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ. നമുക്ക് ആരുടേതാണ് വേണ്ടതെന്ന് നോക്കാം. ആരുടേതാണ് വേണ്ടത്? നമുക്ക് വേണ്ടത് രാജുവിൻ്റെതാണ് വേണ്ടത്. രാജുവിൻ്റെതാണ് വേണ്ടതെങ്കിൽ രാജുവിന്റെ എമൗണ്ട് മുകളിൽ എഴുതുക. കണ്ടോ, താഴെ ആരുടേതാണോ തന്നിരിക്കുന്നത് അത് താഴെ എഴുതുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ആരുടേതാണോ കണ്ടുപിടിക്കേണ്ടത് അത് മുകളിൽ എഴുതുക. അപ്പൊ നമുക്ക് നോക്കാം. രാമു ഇത്ര 75,000 അല്ലേ. സോ 75,000 രാമുവിന് കിട്ടിയത്. ഇൻറ്റു, ശരിയല്ലേ, നമ്മുടെ 75,000 അല്ലേ, ഇൻറ്റു 5/3. കണ്ടോ. സോ നമ്മൾ വെട്ടി മെത്തേഡ് നോക്കി, വെട്ടി 25 3 0. കണ്ടോ, 25 × 5 ഇത് തന്നെ കിട്ടി. എത്രയാണ്? 1.25 ലക്ഷം. മനസ്സിലായോ? കണ്ടോ, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഓർക്കേണ്ടത് എന്താണ്? 2 അംശബന്ധം തന്നാൽ ആകെ കണ്ടുപിടിക്കാതെയും ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളുടെ മുകളിൽ എഴുതണം, മറ്റേ ആളുടെ താഴെ എഴുതണം. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേ. കൺഫ്യൂഷൻ ആക്കി വെക്കരുത്. നിങ്ങൾക്ക് മറ്റത് മതിയെങ്കിൽ നിങ്ങൾ അത് വെച്ച് ചെയ്തോളൂ. എനിവേ ഞാനിപ്പോ ക്ലിയർ ചെയ്യാൻ പോവാണേ. പറഞ്ഞു ഒരുപാട് സമയം അല്ലേ. സോ നമുക്ക് മനസ്സിലായി. കിടക്കുന്ന ഡിസ്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ, നല്ല ചോദ്യം. നോക്കാം. എന്താണ് ചോദ്യം? രാജൻ 3250 രൂപയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടെ. 3250 രൂപയ്ക്ക് ഒരു കസേര വാങ്ങി എന്നാണ് പറയുന്നത്.
അതിനുശേഷം 3500 രൂപ അടയാളപ്പെടുത്തിയതിനു ശേഷം 5% ഡിസ്കൗണ്ട് അയാൾ വിറ്റു. എങ്കിൽ അയാൾക്ക് കിട്ടിയ ലാഭശതമാനം. നല്ല ചോദ്യം, പലർക്കും സംശയം വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. നോക്കാം. രാജൻ 3250 രൂപയ്ക്ക് ഒരു കസേര വാങ്ങി. സോ നമുക്ക് നോക്കാം ഇയാൾ വാങ്ങിയ വില നമുക്കൊന്ന് എഴുതാം അല്ലെ. സോ രാജന്റെ വാങ്ങിയ വില എന്ന് പറഞ്ഞേ. രാജൻ വാങ്ങിയ വില എത്രയാണ്? 3250 രൂപ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിവിടെ ബോർഡിൽ എഴുതി പോവാ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അടിയിലൊക്കെ ആയിപ്പോയോ, സോറി. അപ്പൊ എന്താ പറയുക, ഇനി 3500 രൂപ അടയാളപ്പെടുത്തുക മീൻസ് എന്താ സംഭവം? അത് പരസ്യവിലയാണ്. പരസ്യവില എത്രയാണ്? 3500 രൂപ അല്ലെ. ഇനി ശേഷം 5% ഡിസ്കൗണ്ട്. അപ്പൊ ഡിസ്കൗണ്ട് പെർസെന്റേജ് നമുക്കറിയാം എത്രയാണത്? 5% കിട്ടുമല്ലേ. അപ്പൊ വിറ്റ വില നോക്കിയേ. വിറ്റ വില എന്ന് പറയുന്നത് എന്താ ഇക്വേഷൻ? നേരത്തെ അതുപോലെ തന്നെ നമ്മൾ ഭാവി പറഞ്ഞതുപോലെ തന്നെയാണ്. പരസ്യവിലയെ ബേസ് ചെയ്ത് ചെയ്യുന്നേ ഉള്ളൂ. ഡിസ്കൗണ്ട് വരുമ്പോൾ എല്ലാം പരസ്യവിലയാണ്. കാരണം അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കയറി നോക്കുക. നിങ്ങൾ ടോപ്പിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ പരസ്യവില ഇൻറ്റു 100ൽ ഡിസ്കൗണ്ട് മീൻസ് 95 എന്നാവും കേട്ടോ. പരസ്യവില എത്രയാണ്? പരസ്യവില 3500 ഇൻറ്റു 100ൽ 95. ഇത് അങ്ങ് വെട്ടിപ്പോ കണ്ടോ. ഓക്കെ അല്ലേ? അപ്പൊ 35. ഞാനിത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കും, സമയം വെറുതെ കളയാനായിട്ടല്ലേ. 35 ഇൻറ്റു എത്ര? 95 ഉടായ്പ കാണിക്കുന്നത് പറയരുത്, ഞാൻ എളുപ്പത്തിന് ചെയ്തതാണ്. 3325 എന്നാവും ആൻസർ കിട്ടുക. വിറ്റ വില 33. അപ്പൊ നോക്കിയാൽ നിങ്ങൾ 3250 രൂപയ്ക്ക് വാങ്ങിയിട്ട് 3305 രൂപയ്ക്ക് വിറ്റു. സോ നമുക്ക് നോക്കാം എന്താ കിട്ടുക. നമ്മുടെ ലാഭം എന്ന് പറയുന്നത് എത്ര കിട്ടും? 3250, സോറി 3300. മായ്ക്കാം, ആകെ അൽഗുൽത്താന്നല്ലയോ. ഓക്കെ, എന്താ വരുന്ന? 3325 മൈനസ് 3275 കിട്ടും. അതാണ് നമ്മൾ ഈ കാലത്ത് ചെയ്യുന്നത്. എങ്കിലും ചെയ്യാം. 5 ദെൻ 12 5 കുറച്ചില്ല 7 ദെൻ 0 75 കിട്ടിയണ്ടോ. ലാഭം 75 രൂപ. അപ്പൊ ലാഭം കിട്ടിയില്ലേ? എന്താണ് ചോദ്യം? ലാഭശതമാനമല്ലേ ചോദ്യം. സോ ലാഭം കിട്ടിയപ്പോൾ ലാഭശതമാനത്തിന് എന്തുവാ പാട്? നോക്കാം. ലാഭശതമാനം എന്ന് പറയുന്നത് എന്താ ഫോർമുല? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. കഴിഞ്ഞില്ലേ? സോ ലാഭം പറഞ്ഞേ. ലാഭം 75. താഴെ വാങ്ങിയ വില 3250 ഇൻറ്റു 100. ശരിയല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? അടിയിൽ പോയി, ക്വസ്റ്റ്യൻ അടിയിലൊക്കെ പോയോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോ കട്ട് ചെയ്യാം. ആരെയൊക്കെ കട്ട് ചെയ്യാം? ഇതേണ്ട ഈ 0 ഈ 0 വെട്ടിപ്പോയി. ഇനി 5 കൊണ്ട് വെട്ടാം അല്ലെ. 5 കൊണ്ട് വെട്ടുമ്പോൾ നോക്കിയാൽ നമുക്ക് 75 ഇട്ടിരിക്കാം. 75 എന്നിട്ട് 5 കൊണ്ട് വെട്ടാം. അപ്പോൾ 6 5 30 2 5 25. ഇവിടെ 5 ആകുമ്പോൾ 15. വീണ്ടും 5 കൊണ്ട് വെട്ടാം. 3 5 15. ഇവിടെ വെട്ടുമ്പോൾ 5 കൊണ്ട് വെട്ടുമ്പോൾ 1 5 5 3 5 15. 3/10 30/10. 3 × 10 30/13. ശരിയാവും എന്തോ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും അല്ലയോ. 30/13 ഡിവൈഡ് നോക്കിയേ. ഡിവൈഡ് ചെയ്യാൻ ആവശ്യമില്ല, എങ്കിലും ചെയ്യാം. 2 26 4 കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോ വോൾട്ടേജ് പിടിച്ച് സ്റ്റോപ്പ് ആയി. ഓക്കെ, എനിവേ 2 നമ്മൾ നേരത്തെ 2 എഴുതുന്നു, കറങ്ങി 4/13. ഈ ഷൂയെ എന്ന് വിളിച്ചാൽ നമുക്ക് നോക്കാം. 2 4/13 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. നഷ്ടം. ഇനി നഷ്ടശതമാനം ലാഭശതമാനം അല്ലയോ. സോ 2 4/13 ലാഭം. എ ആണ് ആൻസർ. ശരിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ. നല്ല ചോദ്യം. ഞാൻ പറഞ്ഞു നല്ല നല്ല ചോദ്യങ്ങളുണ്ട്. നല്ല ചോദ്യമാണ്. കൊള്ളാം അല്ലേ? അടുത്തത് 90. അടുത്തൊരു നല്ല ചോദ്യം കേട്ടോ. വേണ്ടേ നോക്കിയേ. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗത മണിക്കൂറിൽ 12 കിലോമീറ്റർ ആണ്. എ ബി എന്നീ 2 പോയിന്റുകൾക്കിടയിൽ ബോട്ടിന് മുകളിലേക്ക് പോകാൻ 6 മണിക്കൂറും താഴേക്ക് 4 മണിക്കൂർ എടുക്കും. നദിയിലെ ഒഴുക്കിന്റെ വേഗത. ഈ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഒരുപാട് ലെങ്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിന് എളുപ്പവഴി പറഞ്ഞിട്ടാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, എളുപ്പവഴി നമ്മൾ പറഞ്ഞിരിക്കുന്നത് മുകളിലേക്ക് പോകുന്ന വേഗത, അപ്വേർഡ് സ്ട്രീം, അല്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് പോകുന്ന വേഗതയും താഴേക്ക് പോകുന്ന വേഗതയുമാണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ വേഗത നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ടൈമാണ് തന്നിരിക്കുന്നത്. മുകളിലേക്കുള്ള ടൈം, താഴേക്കുള്ള ടൈം. അപ്പോൾ ടൈമാണ് തന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു ഫോർമുല പഠിപ്പിച്ചു തരാം. ഞങ്ങൾ റയറായിട്ട് ചോദിച്ച ചോദ്യമാണ്. തൽക്കാലം ഫോർമുലയൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ നമ്മൾ വെറുതെ ജനറൽ മെത്തേഡ് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് ഇനി ലോജിക്ക് വെച്ചാണെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോയിൽ അത് വേണ്ടി പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അതല്ലെങ്കിൽ നമുക്കിത് ഞാൻ ഒരു എളുപ്പ ഫോർമുല അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു വരും. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗത 2 രീതി ചോദിക്കാം.
ഇതിലിപ്പോൾ ബോട്ടിന്റെ വേഗത നിശ്ചലത്തിൽ തന്നിട്ടുണ്ട്, എന്നിട്ട് ഒഴുക്കിന്റെ വേഗത ചോദിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഒഴുക്കിന്റെ വേഗത തന്നിട്ട് ബോട്ടിന്റെ വേഗത ചോദിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇതിപ്പോ എന്താ പ്രത്യേകത, മുകളിലേക്ക് പോകുന്ന വേഗതയുണ്ട്, താഴേക്ക് പോകുന്ന മുകളിലേക്ക് പോകുന്ന ടൈം ഉണ്ട്, താഴേക്കുള്ള ടൈം ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷൻ പറഞ്ഞുതരാം. ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചു വെച്ചോ. ടൈം വെച്ചിട്ടാണ് തന്നേക്കുന്നത്. ടൈം നോക്കിയേ, ബോട്ടിന്റെ വേഗത എന്ന് പറയുന്നത്, ഇനി ഇവിടെ ഒഴുക്കിന്റെ വേഗത പറഞ്ഞിട്ടുണ്ടല്ലേ, സ്ട്രീമിന്റെ സ്പീഡ്. ഓക്കെ, ഞാൻ സ്ട്രീമിന് എസ് എന്ന് കൊടുക്കുകയാണ്. സ്ട്രീമിന്റെ വേഗത ഇൻറ്റു ഞാൻ പറയാണ്, അപ്പൊ എസ് സ്ട്രീമിന്റെ വേഗതയാണ്. ഇനി T1 എന്ന് പറയുന്നത് താഴേക്കുള്ള വേഗതയും T2 എന്ന് പറയുന്നത് മുകളിലേക്കുള്ള വേഗതയുമാണ്. അല്ലെങ്കിൽ തിരിച്ചെടുത്താൽ മതി. എന്തായാലും എങ്ങനെ എടുത്തിട്ടുണ്ടോ, T1 T2 എന്ന് പറയുന്നത് വേഗതയായിട്ട് എടുക്കാം. T1 T2 വേഗതയായിട്ട് എടുക്കുക. ടൈമായിട്ട് സോറി മൈ മിസ്റ്റേക്ക്. T1 T2 സമയമായിട്ട് എടുക്കുക. രണ്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ എഴുതാണ്, നോക്കി, T2 പ്ലസ് T1 ബൈ, അല്ലെങ്കിൽ T1 പ്ലസ് T2 എഴുതാം കേട്ടോ, ബൈ T2 ഡിഫറൻസ് T1. ഇങ്ങനെ പഠിക്കും. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, മൈനസ് ചെയ്യാനാണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയോ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുകയോ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തൽക്കാലം മൈനസ് ഇട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇതാണ്. ഇത് തിരിച്ചു കൊടുക്കാം, T1 പ്ലസ് T2 എടുക്കാം. സോ ഇതാണ് വേഗത. ബോട്ടിന്റെ വേഗത ഈസ് ഈക്വൽ ടു സ്ട്രീമിന്റെ വേഗത ഇൻറ്റു സമയങ്ങളുടെ തുക ബൈ സമയങ്ങളുടെ വ്യത്യാസം. ഇതാണ് പരിപാടി. ഓക്കെ, ഇത് പഠിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ ഇത് സ്ട്രീം ഒഴുക്കിന്റെ വേഗത കേട്ടോ, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കി എന്താ പറയുന്നത്, നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗത, ഇവിടെ ബോട്ടിന്റെ വേഗത ഉണ്ട്, സ്ട്രീമാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് രണ്ട് ഇക്വേഷൻ പഠിക്കേണ്ട, ഒന്ന് പഠിച്ചാൽ മതി. ബോട്ടിന്റെ വേഗത നമ്മൾ കൊടുക്കുക 12 നമ്മൾ കൊടുക്കുക ഇസ് ഈക്വൽ ടു സ്ട്രീം നമുക്ക് അറിയില്ല, അതുപോലെ എഴുതാണ്. ടൈം നമുക്ക് എത്രയാണ്, 6 4 ഇല്ലയോ. സോ ഇവിടെ 6 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും, 10 കിട്ടും. കുറയ്ക്കുമ്പോഴോ 6 - 2, വലുതും ചെറുതും കുറച്ചാൽ മതി. T1 T2 സംതിങ് നിങ്ങൾ നോക്കണ്ട, വലുതും ചെറുതും കുറയ്ക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനോട് വെട്ടാം 5 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, S × 5, അതായത് 5S അല്ലെ. 2 വരെയാണ് ഇരിക്കുന്നത്, പോട്ടെ. 5S = 12. അപ്പൊ S = എന്ത് വരും, 12/5. ഇത് പെട്ടെന്ന് ആൻസർ എഴുതാം, എങ്കിലും നമുക്ക് ഹരിച്ചിട്ട് 12/5. നല്ല ചോദ്യം അല്ലേ. സോ 2 5 10 ബാലൻസ് 2. എങ്ങനെ എഴുതും, ഇവിടെ തുടങ്ങും. സോ 2 വരയിട്ട് 2 5 2/5 ആണ് ഒഴുക്കിന്റെ വേഗത. ഉണ്ടോ നോക്കിയേ, ഉയ്യോ 2/5 ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, 12 നമുക്ക് ഹരിച്ചങ്ങ് ഡെസിമൽ ആക്കി കൊടുത്താൽ മതി. എങ്ങനെയാണ് 12/5 ഫ്രാക്ഷൻ അല്ലല്ലേ. സോ 2 5 10 ബാലൻസ് 2, 0 കൊടുത്തു, ഡെസിമൽ കൊടുത്തു, 4 5. 2/4 ഉണ്ടോ, 2/4 ഉണ്ട്. യെസ്, സി ആണ് ആൻസർ. 2/4 km/h കിട്ടിയില്ലേ. അപ്പോൾ ഇത്തിരി കഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല ചോദ്യങ്ങളാണ്. സോ നോക്കി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചോട്ടോ, നമുക്ക് സമയം